ഗൈസ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആണ് കേട്ടോ. സോ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ ഒരു ഇൻ വിട്രോ കൾട്ടിവേഷൻ ആണ്. സോ ബേസിക്കലി നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റ് കുറച്ച് സാമ്പിളേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂസേ ഉള്ളെങ്കിൽ പോലും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? ചില സമയത്ത് നമുക്ക് അവൈലബിലിറ്റി കുറയുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഡിസീസ് വന്നു, അപ്പോൾ നമുക്ക് പുതിയ ഒരു ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സാധനം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ന്യൂട്രിയൻ മീഡിയ ഉണ്ടാക്കി അതിനകത്ത് വെച്ച് പിന്നെ നമ്മൾ അസെപ്റ്റിക് കണ്ടീഷനൊക്കെ നോക്കി ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരു ലാബ് സെറ്റപ്പിനകത്ത് വളർത്തിയെടുക്കുന്ന ചെടികളെയാണ് നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുണ്ടാവുക. സോ അത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. സോ അഡ്വാൻറ്റേജ് എന്താണ്? കൺസിസ്റ്റന്റ് സപ്ലൈ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് സപ്ലൈ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ക്വാളിറ്റി കൺട്രോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നോവൽ കോമ്പൗണ്ട്. സോ നമുക്ക് പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇറ്റ്സ് വെരി വെരി പോസിബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് ലൈക്ക് ഐസൊലേറ്റിംഗ് കോമ്പൗണ്ടും അത് എങ്ങനത്തെ മെത്തേഡുമാണ് സ്വീകരിക്കേണ്ടത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഡെവലപ്പിംഗ് മാത്രമേ ഉള്ളൂ. ആൻഡ് ബയോ ട്രാൻസ്ഫോർമേഷൻ. ഈ പ്ലാന്റ് സെൽ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ബയോ ട്രാൻസ്ഫോർമേഷൻ റിയാക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ലൈക്ക് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിന് ഡെവലപ്മെന്റ് ഒക്കെ വരുത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതൊക്കെ ജസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്, വായിച്ചു മാത്രം വെച്ചിരുന്നാൽ മതിയായിരിക്കും. ഇനി ബെനിഫിറ്റ്സ് എന്താണ്? ഡിസീസ് ഫ്രീ പ്രൊപ്പഗേഷൻ. സോ ബേസിക്കലി ഈ ടിഷ്യൂ കൾച്ചർ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ലാർജ് സ്കെയിലിൽ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള വൈഡ് വെറൈറ്റി ഓഫ് സംഭവങ്ങൾ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. കുഞ്ഞു ടെസ്റ്റ് ട്യൂബിലൊക്കെ വെച്ച് കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ, അല്ലെ? വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ആൻഡ് ബയോ സിന്തറ്റിക് പാത്വേ ട്രേസിംഗ് ആണ്. ഈ ടെക്നിക്ക് വഴി നമുക്ക് ബയോ സിന്തറ്റിക് പാത്വേ, അതായത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ഒക്കെ പാത്വേ ഒക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. കാരണം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ ചില സമയം നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പാത്വേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്യാൻ പറ്റും. ആൻഡ് സെൽ ഇമ്മൊബിലൈസേഷൻ ആണ്. ടിഷ്യൂ കൾച്ചർ പ്ലാന്റിനെ പ്രിസർവ് ചെയ്യാൻ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് കുറേ നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇൻക്ലൂഡിങ് ബയോ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് പോലും നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഇതും ബെനിഫിറ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് അഡ്വാൻറ്റേജും ബെനിഫിറ്റ്സും ഒരുമിച്ച് നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ ചോദിക്കുവാണെങ്കിൽ എഴുതാൻ പറ്റും. ബിക്കോസ് ഇറ്റ് സ്കോസ് യു സം ഗുഡ് മാർക്സ്. അത് നല്ലതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. സോ ഇത് വായിച്ചാൽ മതി. ഇത് എക്സ്ട്രാ ടോപ്പിക് ആണ്, ഞാൻ അധികം ഒന്നും വായിച്ച് പറയുന്നില്ല. സോ ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ബയോമാസ് ആണ്. അതായത് നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു ടിഷ്യൂ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ യുണീക് കോമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. കൺട്രോൾഡ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് സോയിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രശ്നമേ അല്ല നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിന്. ആൻഡ് സ്പീഷീസ് ഇംപ്രൂവ്മെന്റ് ആണ്. നമുക്ക് മെഡിസിനൽ പ്ലാന്റ് സ്പീഷീസിൽ പോലും പല ഇംപ്രൂവ്മെന്റും ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അതായത് എക്സ്പേർട്സ് തന്നെ വേണം. അത് ചെയ്യാൻ വേണ്ടി എക്സ്പേർട്സ് വേണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളെങ്ങനെ ടിഷ്യൂ കൾച്ചർ ചെയ്യാം? നമുക്ക് അറിയണ്ടാവില്ലല്ലോ. സോ എറർ സെൻസിറ്റിവിറ്റി, മേ ബി എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് കെമിക്കൽ പ്യൂരിറ്റി, ലാർജ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും രീതിയിൽ കെമിക്കൽ പ്യൂരിറ്റിയിൽ ചില കോംപ്രമൈസ് ഉണ്ടായേക്കാം. ആൻഡ് മ്യൂട്ടേഷൻ ഇവാലുവേഷൻ. കാര്യം ബേസിക്കലി ടിഷ്യൂ കൾച്ചർ ഒരിക്കലും മ്യൂട്ടേഷനെ എന്തെങ്കിലും എൻഹാൻസ് ചെയ്യേണ്ടാവില്ല. കാര്യം അത് ലിമിറ്റ് ചെയ്യും. കാര്യം ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം, മനുഷ്യന്മാർ തന്നെയാണ് 0.3% മ്യൂട്ടേഷൻ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, സെയിം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേറൊരു മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഹൈബ്രിഡൈസേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറയുവാണെന്നുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഈസ് ചലഞ്ചസ് ഇൻ മെറ്റാബോളൈറ്റ് പ്രൊഡക്ഷൻ ആണ്. മെറ്റാബോളൈറ്റ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ചലഞ്ചസ് ഉള്ളത് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ മീഡിയം എഫക്ട്. അതായത് കൾച്ചറിങ് ഓൺ ആർട്ടിഫിഷ്യൽ മീഡിയം മേ ലീഡ്സ് ടു ഡിപ്രഷൻ ഓഫ് അൺയൂഷ്വൽ മെറ്റബോളിക് പാത്വേ വിച്ച് മേ ബി ബെനിഫിഷ്യൽ ടു ബയോടെക്നോളജിസ്റ്റ്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ മീഡിയം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോർമലി ചെടികളിൽ നടക്കുന്ന മെറ്റാബോളിക് പാത്വേ ഉണ്ടാവുമല്ലോ, അതിലെന്ത് ചെയ്യുന്നു? ഡിപ്രഷൻ സംഭവിക്കുന്നു. അപ്പം ഇത് നമ്മുടെ ബയോടെക്നോളജിസ്റ്റിന് എളുപ്പമാണ് അല്ലെ. അപ്പം ഈ മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ മെറ്റബോളൈറ്റ്സ് നോർമൽ മെറ്റബോളൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ മീഡിയം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മെറ്റബോളിക് പാത്വേ കുറഞ്ഞു പോകാം. ഇത് ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ചീത്തയാണ് അല്ലെ. ചെടികൾ സംബന്ധിച്ച് ചീത്തയാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ലോ മെറ്റബോളൈറ്റ് ഈൽഡ്. ഇനി മെനി കേസസ് ദ എമൗണ്ട് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് ഈസ് നെഗ്ലിജിബിൾ. അപ്പം ഇതിൽ ഇങ്ങനെയുള്ള കേസുകളിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് മിക്കവാറും എല്ലാ കേസുകളിലും. ആൻഡ് പ്രോട്ടോകോൾ വേരിയബിലിറ്റി. ദ പ്രോട്ടോകോൾ ഫോർ ഇൻഡിവിജ്വൽ പ്ലാന്റ് ഡിഫർ വൈഡ്ലി. ദ ചേഞ്ചസ് മീഡിയം കമ്പോസിഷൻ ആൻഡ് എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ് അഫക്ട് സെൽ ഗ്രോത്ത് ആൻഡ് മെറ്റബോളൈറ്റ് അക്യുമുലേഷൻ. സോ ഈ ഇൻഡിവിജ്വൽ പ്ലാന്റ്
പ്ലാന്റ്സിന് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഒരു ചെടി നടുന്നത് അല്ലെങ്കിൽ ഒരേ വെറൈറ്റി 2-3 ചെടി നടുമ്പോൾ ഓരോ ചെടികളിലും ഉണ്ടാവുന്ന വളർച്ച എന്ന് പറയുന്നത് അതിൻ്റെതായ രീതിയിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ മീഡിയം മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് മാറ്റുന്നത് പോലെ ഈ മെറ്റബോളൈറ്റ്സിന്റെ അക്യുമുലേഷൻ ആയാലും അതിന്റെ പ്ലാന്റ് ഗ്രോത്തിന്റെ ഫാക്ടേഴ്സ് ആയാലും മാറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇവിടെ പറയുന്നത് മെറ്റാബോളൈറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സമയത്തും നോർമലി ചെയ്യുന്ന സമയത്തും ഇവിടെ നമുക്ക് എന്തൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചലഞ്ചസുകൾ എന്തെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ എടുത്തൊന്നും ചോദിക്കത്തില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ടെക്നിക്കൽ ചലഞ്ചസ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് എയറേഷൻ ഇഷ്യൂ. അതായത് നമ്മൾ ഈ എയറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ടിഷ്യൂവിന് കിട്ടിക്കൊണ്ടിരിക്കേണ്ട അത്യാവശ്യമാണ്. എ സെൽ സസ്പെൻഷൻ കൾച്ചർ ബിക്കം ഡെൻസ് പ്രോബ്ലം വിത്ത് ഈവൻ എയറേഷൻ ക്യാൻ എറേസ്. അതായത് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയത്തിൽ ഭയങ്കരമായിട്ട് ഡെൻസ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മീഡിയത്തിനകത്ത് ടിഷ്യൂ ഒക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, എയറേഷൻ ഇഷ്യൂ ഒക്കെ വന്നേക്കാം. കാരണം പ്രോപ്പർ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നശിച്ചു പോകുന്നു. ആൻഡ് കൾച്ചർ ഇൻസ്റ്റബിലിറ്റി, അതായത് ഈ കൾച്ചർ നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പ്രോപ്പർ കൾച്ചറിങ് മെത്തേഡ് അല്ല ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അതും ചലഞ്ചിങ് ആണ്. പിന്നെ സ്ലോ ഗ്രോത്ത് ആണ്. കാരണം നമ്മൾ ഓൾറെഡി എന്താ ഇവിടെ പറഞ്ഞത്, ഇവിടെ മെറ്റബോളിക് ആർട്ടിഫിഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡിപ്രഷൻ ആകുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യുന്നു, സ്ലോ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആൻഡ് കോസ്റ്റ് കൺസിഡറേഷൻ, കാര്യം ഇത്രയും പ്രോസസ്സ് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് കോസ്റ്റിന്റെ കൺസിഡറേഷൻ നമുക്ക് പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ കോസ്റ്റിന് ചലഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ആലോചിക്കാം, മെറ്റബോളിക് പ്രൊഡക്ഷന് ചലഞ്ച് ഉണ്ട്, ടെക്നിക്കൽ ചലഞ്ച് ഉണ്ട്, ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആണ്. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ചോദിക്കത്തില്ല, എന്നാൽ നോക്കി വെച്ചിരിക്കുക. 1838 മുതൽ 1839 വരെയാണ് ലൈക്ക് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു സെൽ തിയറി കൊണ്ടുവന്നത്. സ്ക്ലീഡനും ഷ്വാനും ആണ് ബേസിക്കലി എന്താണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത്. പിന്നെ early 20s ആയപ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിന്റെ ഒക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് കൊണ്ടുവന്നിരുന്നു. ആൻഡ് മിഡ് 20 ആയപ്പോഴത്തേക്കും ഒരുപാട് അച്ചീവ്മെന്റ്, അതായത് ഈ ആപ്ലിക്കേഷൻ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമുക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സെല്ല് 2 ആക്കുന്നു 2 3 ആക്കുന്നു, ആ ഒരു പരിപാടി തന്നെയാണ്. എന്നാൽ തന്നെയും ഇതിന്റെ മെറ്റബോളൈറ്റ്സും അല്ലെങ്കിൽ അതിനുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ യൂസിങ് കൾച്ചറൽ മീഡിയ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരും. സോ ബേസിക്കലി നെക്സ്റ്റ് വൺ ഈസ് ബേസിക് റിക്വയർമെന്റ്സ്. അതായത് നമുക്ക് ഒരു ടിഷ്യൂ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ് നോക്കാം. പ്ലാൻ മെറ്റീരിയലും എക്യുപ്മെന്റ്സും വളരെ അത്യാവശ്യമാണ്. ഇനി പ്ലാൻ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് പ്ലാൻ മെറ്റീരിയൽ ആണ് വേണ്ടത്, ഇനി ഇത് മുതലാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെങ്കിൽ പഠിക്കേണ്ടത് നമ്മൾ ഇത് മുതലാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്ലാൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഡിസീസ് ഫ്രീ ആയിരിക്കണം, അധികം പ്രായം ഉണ്ടാകാൻ പാടില്ല. മിക്കവാറും ആൾക്കാർ എടുക്കുക നാമ്പില്ലേ, നാമ്പ്, അതായത് ഷൂട്ട് എന്ന് പറയില്ലേ, ഷൂട്ടൊക്കെയാണ് നമ്മൾ മിക്കവാറും ആൾക്കാർ എടുക്കേണ്ടാവുക. സോ ഏത് സ്പീഷീസ് ആണ് നമുക്ക് വേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിങ് ചെയ്യാറുള്ളൂ. എല്ലാം കയറി പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ചെയ്യാറില്ല. ഇൻവിട്രോ ജെർമിനേറ്റ് സീഡ്ലിങ്സ് ആർ ഓഫൺ പ്രിഫർഡ് ആസ് സീഡ്സ് ആർ ഈസി ടു സ്റ്റെറിലൈസ് ആൻഡ് സോഫ്റ്റൻ പ്ലാന്റ് ടിഷ്യൂ. അപ്പൊ നമ്മൾ ഇൻവിട്രോ ജെർമിനേറ്റ് സീഡ്ലിങ്സ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സീഡ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. കാരണം സ്റ്റെറിലൈസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ സോഫ്റ്റ് പ്ലാന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് സീഡ്ലിങ്സിനകത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റ് ഇൻക്യുബേറ്റിംഗ് ചേംബർ ആവശ്യമാണ്, ലാമിനർ എയർ ഫ്ലോ ക്യാബിനറ്റ് ആവശ്യമാണ്, ടെമ്പറേച്ചർ കൺട്രോൾ വേണം, ഓട്ടോക്ലേവ് വേണം, റെഫ്രിജറേറ്റർ വേണം, ഫ്രീസർ വേണം, ഹോട്ട് എയർ ഓവൻ വേണം, മൈക്രോസ്കോപ്പ് വേണം, pH മീറ്റർ വേണം, ഒരുപാട് ഗ്ലാസ് വെയേഴ്സ് വേണം. അപ്പം നമുക്ക് നമ്മുടേതായ അസെപ്റ്റിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലാന്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഡിസീസ് ഫ്രീ ആണ്. നമ്മൾ പ്രിഫർലി പറയുന്നത് സീഡ്ലിങ്സ് ആണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ സീഡ്സ് ആണ് നമ്മൾ പറയേണ്ടാവുക. കാര്യം അത് പ്ലാന്റിന്റെ സോഫ്റ്റ് ടിഷ്യൂ ഏരിയ ആയതുകൊണ്ടും സ്റ്റെറിലൈസ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും മാത്രമാണ് നമ്മൾ പ്ലാന്റ് മെറ്റീരിയൽ അത് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അസെപ്റ്റിക് ടെക്നിക്സ് എന്തൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാം. ഇനി അസെപ്റ്റിക് കണ്ടീഷൻ സ്റ്റെറിലൈസേഷൻ ആണ്. സോ ബേസിക്കലി ദ ഫസ്റ്റ് വൺ ഈസ് സർഫസ് സ്റ്റെറിലൈസേഷൻ. നമ്മൾ ഈ പ്ലാന്റ് മെറ്റീരിയൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്, സോഡിയം ഹൈഡ്രോക്ലോറൈറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, മെർക്കുറി ക്ലോറൈഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. സോ ഇതിനകത്ത് എല്ലാ എക്സാമ്പിൾസും പഠിക്കണ്ട, ഏതെങ്കിലും 1-2 മാത്രം പഠിച്ചാലും മതി. സോ നെക്സ്റ്റ് വൺ ഈസ് എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ഡ്രൈ ഹീറ്റ്, വെറ്റ് ഹീറ്റ്, കെമിക്കൽ മെത്തേഡ്, ഏതാണോ നമുക്ക് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമുക്ക് വേണ്ടത്, എക്യുപ്മെന്റ്സ്
ഏത് രീതി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ള നോക്കിയതിന് ശേഷം നമ്മളത് ചെയ്യുക. ആൻഡ് മീഡിയ സ്റ്റെറിലൈസേഷൻ ആണ് നമ്മളെ കൾച്ചറില്ലേ, നമ്മൾ ചെയ്യുന്ന ന്യൂട്രിയൻ മീഡിയ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യണം. 121°C 15 LB പ്രഷറിൽ 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി എസെൻഷ്യൽ ടു ഡു ദ കൾച്ചറൽ മീഡിയ സ്റ്റെറിലൈസേഷൻ. ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ഗ്രോ ചെയ്യില്ല. കാരണം നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യാന്ന് വെച്ചാൽ ഈ സെൽ ഡിവിഷൻ നടത്തിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാം നമ്മൾ സ്റ്റെറൈൽ കണ്ടീഷനിലാണ് ചെയ്യുക. ബിക്കോസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നാൽ ഫുൾ നശിച്ചു പോകും. ആ ബാച്ച് നമുക്ക് നശിപ്പിച്ച് കളയേണ്ട ആവശ്യം വരും. പിന്നെ എൻവോൺമെന്റൽ സ്റ്റെറിലൈസേഷൻ ആണ്. നമ്മൾക്ക് ചെയ്യുന്ന എൻവോൺമെന്റിൽ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പാർട്ടിക്കിൾസോ ഫോറിൻ ബോഡിയോ മെറ്റീരിയൽസോ ഉണ്ടാകാൻ പാടില്ല. അപ്പം ലാമിനർ എയർ ഫ്ലോ ക്യാബിനറ്റ്, ഫ്യൂമിഗേറ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഫ്യൂമിഗേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എളുപ്പമാണ് അല്ലേ, സർഫസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുക, എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യണം, മീഡിയ സ്റ്റെറിലൈസേഷൻ ചെയ്യണം, എൻവോൺമെന്റൽ സ്റ്റെറിലൈസേഷനും നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റീസ് ആൻഡ് റൂം ആണ്. സോ നമുക്ക് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ സ്റ്റെറിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെയ്തതിന് ശേഷം ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു സ്പേഷ്യസ് ആയ റൂം വേണം. കൾച്ചർ മീഡിയ സ്റ്റോർ ചെയ്യാനും കെമിക്കൽസ് സ്റ്റോർ ചെയ്യാനും നമുക്ക് ആവശ്യമാണ്. ആൻഡ് സ്റ്റെറിലൈസേഷൻ റൂം നമുക്ക് ഗ്ലാസ് വെയറും എക്യുപ്മെന്റ്സും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. ആൻഡ് ട്രാൻസ്ഫർ റൂം, നമുക്ക് ഈ ഒരു ലാമിനാർ ഹുഡിൽ നിന്ന് വേറെ ഭാഗത്തേക്കൊക്കെ അല്ലെങ്കിൽ സബ് കൾച്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യേണ്ട റൂമൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വേണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് വെറുതെ ഇതിപ്പോൾ ക്ലാസ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ന്യൂട്രിയൻ മീഡിയ ആണ്. ഇത് പറ്റുന്നവരൊക്കെ പഠിച്ചു വെക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2-3 എങ്കിലും നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനോർഗാനിക് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഓർഗാനിക് ന്യൂട്രിയൻസ് ആണെങ്കിൽ വൈറ്റമിൻ B1 മുതൽ B5 വരെയും അമിനോ ആസിഡ്സും കാർബൺ സോഴ്സും ആവശ്യമാണ്. ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ലൈക്ക് ഓക്സിൻ, സൈറ്റോക്കിൻ, ഗിബ്രലിൻ, എത്തിൻ, അബ്സിസിക് ആസിഡ്. സോ ഇതിന്റെ ഒക്കെ യൂസ് നമ്മൾ ഓൾറെഡി പഠിച്ചത്, നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് ഓക്സിൻ, എന്താണ് സൈറ്റോക്കിൻ, എന്താണ് ഗിബ്രലിൻ, എന്താണ് എത്തിലിൻ. സോ ഗ്രോത്ത് റെഗുലേറ്ററി ഹോർമോൺസ് ആണ് ഇതെല്ലാം. പിന്നെ അതർ സബ്സ്റ്റൻസ് ലൈക്ക് പ്രോട്ടീൻ വേണം, ഈസ്റ്റ് എക്സ്ട്രാക്ട് വേണം, ഫ്രൂട്ട് എക്സ്ട്രാക്ട് വേണം, കോക്കനട്ട് മിൽക്ക് വേണം. പിന്നെ സോൾഡിഫൈങ് ഏജന്റ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ന്യൂട്രിയൻ മീഡിയ ഇല്ലേ, വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അഗറോ ജെലാറ്റിനോ ആൽജിനേറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ എക്സാമ്പിൾ പഠിച്ചില്ലെങ്കിൽ പോലും ഇതെങ്കിലും പഠിക്കുക. ഇനോർഗാനിക്, ഓർഗാനിക്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ലൈക്ക് സോൾഡിഫൈങ് ഏജൻസ് എങ്കിലും വേണം എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ കൾച്ചർ റൂം കണ്ടീഷൻ ആണ്. നമ്മൾ കൾച്ചർ ചെയ്യുന്ന റൂമിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ കൺട്രോൾ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. അത് ഇൻക്യുബേഷൻ ചേമ്പേഴ്സ് എപ്പോഴും 25 ± 2 ഡിഗ്രിയിൽ നമ്മൾ എപ്പോഴും വെച്ചിരിക്കണം. അത് 18 മുതൽ 25 ഡിഗ്രിക്കുള്ളിൽ നമ്മൾ വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എല്ലാ ടിഷ്യൂ കൾച്ചർ സ്റ്റഡീസ് നടത്തുന്നത്. അത് ഒന്നുകൂടെ പറയാം, 18 മുതൽ 25 അല്ലെങ്കിൽ 25 ± 2 ഡിഗ്രിയിൽ നമ്മൾ എപ്പോഴും വെച്ചിരിക്കണം. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൾച്ചർ സ്റ്റഡീസ് നടത്തുക. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റിംഗ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലൂറസെന്റ് ലൈറ്റിംഗ് നമുക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. സ്പെസിഫിക് ഫോട്ടോ പീരീഡ്സ്, നമുക്കൊരു പീരീഡ് ഉണ്ട്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ലൈറ്റ് ഇത്ര ഇന്റൻസിറ്റിയിൽ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അത് വളരെ അത്യാവശ്യം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമിഡിറ്റി ആണ്. 70 to 75%, അതായത് കൺട്രോൾ റേഞ്ച് ഓഫ് 20 to 90%. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കണം. 70 to 75% കൺട്രോൾ റേഞ്ച് ഓഫ് 20 to 90% ഓഫ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എയർ സർക്കുലേഷൻ പറയുകയാണെങ്കിൽ പ്രോപ്പർ യൂണിഫോം ആയിരിക്കണം. അല്ലാണ്ട് കുറച്ച് ഭാഗത്ത് കാറ്റ് കിട്ടുന്നു, കുറച്ച് ഭാഗത്ത് കാറ്റ് കിട്ടുന്നു, അങ്ങനെയല്ല. ഈ കൾച്ചർ റൂമിൽ എൻ്റർ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ കൺട്രോൾ, രണ്ടാമത് ലൈറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഹ്യൂമിഡിറ്റി പറഞ്ഞു, ആൻഡ് എയർ സർക്കുലേഷന്റെ കാര്യം പറഞ്ഞു. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എയറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. സോ എയറേഷൻ മെത്തേഡ്, ടിഷ്യൂ ഓൺ സെമി സോൾഡ് മീഡിയ ഡസ് നോട്ട് റിക്വയർ സ്പെഷ്യൽ എയറേഷൻ. അത് സെമി സോൾഡ് മീഡിയയിലാണ് ടിഷ്യൂ ഇരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എയറേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇങ്ങനെ തന്നെ എയറേഷൻ വേണം എന്ന് നമുക്ക് ആവശ്യമില്ല. ഫോർ സസ്പെൻഷൻ കൾച്ചർ ആണെങ്കിൽ, ഒന്നും കൂടെ പറയാം, സെമി സോൾഡ് എങ്കിൽ വേണ്ട. സസ്പെൻഷൻ കൾച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷേക്കർ, അതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം. ഫിൽറ്റർ പേപ്പർ ബ്രിഡ്ജ് മെത്തേഡ് ചെയ്യാം.
ചെയ്യാം. ആൻഡ് സ്റ്റെറിലൈസ്ഡ് എയർ ത്രൂ ദ മീഡിയം, അതായത് നമ്മളിങ്ങനെ സ്റ്റെറിലൈസ്ഡ് എയർ എപ്പോഴും ഇങ്ങനെ പുറത്തൂടെ മേലെ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മീഡിയം ഉണ്ടാവും, ഇതുവഴി ഇങ്ങനെ എയർ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് എയറേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ ഒന്നും കൂടെ പറയാം, സെമി സോൾഡ് ആണെങ്കിൽ എയറേഷൻ വേണ്ട, സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്സ് ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക് ഷേക്കർ, ഫിൽട്ടർ പേപ്പർ ബ്രിഡ്ജ് മെത്തേഡ്, പാസിംഗ് സ്റ്റെറിലൈസ്ഡ് എയർ ത്രൂ ദി മീഡിയം, അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി ഒബ്സർവേഷൻ ഏരിയ ആണ് വെൽ എക്യുപ്ഡ് ഡസ്റ്റ് ഫ്രീ സ്പേസ് ആയിരിക്കണം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു കൾച്ചറിന് ഗ്രോ ചെയ്യാൻ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അസെപ്റ്റിക് എൻവയോൺമെന്റും കണ്ടീഷനും നമുക്ക് നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ ജനറൽ ടെക്നിക്സ് ഉണ്ട്. ജനറൽ ടെക്നിക് ഓഫ് കൾച്ചർ ഐസൊലേഷൻ ആൻഡ് ഗ്രോത്ത് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ആദ്യം ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം മീഡിയ പ്രിപ്പയർ ചെയ്യണം അല്ലേ. സോ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ മീഡിയ നമ്മൾ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആദ്യം വെക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. ആൻഡ് എക്സ്പ്ലാന്റ് സെലക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, നമുക്ക് ഏത് പാർട്ടാണോ നമുക്ക് വേണ്ടത്, അതായത് പ്ലാന്റിന്റെ ഏത് പാർട്ടാണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുത്തതിന് ശേഷം അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ടെക്നിക് അല്ലെങ്കിൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുക. ആൻഡ് ഇനോക്കുലേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ആണ് ഈ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്സ്പ്ലാന്റ്. നമ്മൾ ഏത് പോർഷൻ ആണോ നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി എടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പ്ലാന്റ് എന്ന് പറയുക. ഈ എക്സ്പ്ലാന്റ് നമ്മൾ മീഡിയത്തിലേക്ക് നമ്മൾ കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഇനോക്കുലേഷൻ ആൻഡ് ഇൻക്യുബേഷൻ എന്ന് പറയാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാജുവലി എൻവയോൺമെന്റൽ കണ്ടീഷൻ ഒക്കെ നമുക്ക് പ്ലാൻ അനുസരിച്ച് മാറ്റിക്കൊണ്ട് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാം. വളർത്തിയെടുത്ത് നമ്മൾ നഴ്സറി വെക്കും കേട്ടോ. വളർന്ന് വന്ന ഉടനെ നമ്മൾ ചെയ്യത്തില്ല, നഴ്സറിലൊക്കെ വെച്ച് പിന്നെയാണ് നമ്മൾ ഫീൽഡിലേക്ക് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പ്ലോട്ടിലേക്ക് വെക്കുന്നുണ്ടാവുക. സോ അതനുസരിച്ച് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയ പ്രിപ്പയർ ചെയ്യുക, എക്സ്പ്ലാന്റ് സെലക്ട് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, ഇനോക്കുലേറ്റ് ചെയ്യുക, റീജനറേറ്റ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ഫീൽഡ് വെക്കുക. സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ കൾച്ചറിന്റെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക് തീരത്തുള്ളൂ. സോ ഇത് ബേസിക് കാര്യമാണ്, ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര എളുപ്പമാണ്. ആ ഒരു നമ്മൾ ടിഷ്യൂ കൾച്ചർ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു നാമ്പ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ചില ആൾക്കാർക്ക് ഫെയിൽ ആവും, ചില ആൾക്കാർക്ക് കിട്ടും. എല്ലാം നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒന്ന് തുമ്മിയ തന്നെ മതി, തീർന്നു, അല്ലെങ്കിൽ ചുമച്ചാൽ മതി, തീർന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും നന്നായിട്ട് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഇറ്റ്സ് വെരി വെരി സിഗ്നിഫിക്കന്റ് തിങ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ടിഷ്യൂ കൾച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.